രാഷ്ട്രീയമായും അത് വലിയ കുഴപ്പം തന്നെയാണ്. സ്വാഭാവികമായും രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ UDFനും BJPക്കും വലിയൊരു പ്രചാരണായുധം തന്നെയാണിത്. അത് മാത്രമല്ല, ഇപ്പോൾ അവരെ പിന്തുണയ്ക്കുന്ന എല്ലാ ആളുകളും തീർച്ചയായും അതിൻ്റെ എല്ലാ സാധ്യതയുമാണ് തേടുന്നത്. പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അതായത് ഉന്നതരിലേക്കും എത്തിക്കഴിഞ്ഞു. രാഷ്ട്രീയ നിയമനങ്ങളാണ് ഈ രണ്ടും. അവരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും അവരെ നിയമിച്ചവർക്കുള്ള ഉത്തരവാദിത്വം കൂടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. മാധ്യമങ്ങളൊക്കെയാണ് അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ചർച്ച ചെയ്യാം. സ്വാഭാവികമായും ഇത്തരം ചർച്ചകളൊക്കെയാണ് ഉയരുക. പ്രത്യേകിച്ച് ശബരിമല പോലെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വിശ്വാസികളുടെ ഒരു സങ്കേതത്തിലേക്ക് അവിടെ ഇങ്ങനെ ഒരു വലിയ മോഷണം നടക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായും അത് ചർച്ച ചെയ്യാം. പക്ഷേ ഇതിലെനിക്ക് കൗതുകകരമായി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ഇതിൻ്റെ ട്രയലിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ എവിടെയെങ്കിലുമൊക്കെ നടക്കേണ്ടതുണ്ട്. അപ്പം ഞാനിപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിലങ്ങണിയിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. വാസുവിനെ അങ്ങനെ ഇന്നലെ ഒരു വിഷ്വൽ ഞാൻ കണ്ടു എവിടെയോ മാധ്യമങ്ങളിൽ. അതിനെക്കുറിച്ചൊരു മാധ്യമം ഇങ്ങനെ ആ വിലങ്ങണിയിച്ച് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് തന്നെ ഒരു ചർച്ച നടത്തുന്നത് കണ്ടു. അപ്പോൾ അത്രയും ഗൗരവത്തിൽ തന്നെയാണ് ഈ അന്വേഷണ സംഘം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ എത്ര അളവ് സ്വർണ്ണമാണ് അവിടെ നിന്ന് കാണാതെ പോയത്, അതിൽ എത്ര പേരാണ് ഈ കൊണ്ടുപോയ സ്വർണത്തിൻ്റെ അളവ് ആരൊക്കെ പങ്കിട്ടാണ് എടുത്തത്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക്, അതായത് ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് മോഷണത്തിൽ പങ്കുണ്ടോ അതോ പോറ്റി മാത്രമാണോ മോഷണത്തിൽ പങ്കാളി, മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ്, ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾ ഉയരുമല്ലോ. ഇപ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? റിമാൻഡ് റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഇദ്ദേഹത്തെ ഉണ്ടല്ലോ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്, ഈ വിഷയം ചർച്ച ചെയ്യാൻ ഉള്ള യോഗത്തിൻ്റെ അജണ്ടയുടെ നോട്ടീസിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി എന്ന് എഴുതി. അതായത് ചെമ്പുപാളി എന്ന് എഴുതുന്നതിന് പകരം ചെമ്പുപാളി എന്ന് എഴുതി. അതായത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി എന്നല്ല, ചെമ്പുപാളി എന്ന് എഴുതി എന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. അപ്പോൾ അതാണ് ഇവർ റിമാൻഡ് റിപ്പോർട്ടിൽ അത് കൊടുക്കുമ്പോൾ അതാണ് കണ്ടെത്തുന്നത്. മിനിറ്റ്സിലെ വിവരങ്ങൾ കൂടുതൽ വ്യക്തതയോടെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. മിനിറ്റ്സിൽ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവിടെ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് ഇത് അവിടെ ശബരിമല സന്നിധാനത്തിൻ്റെ പരിസരത്ത് വെച്ച് ഈ പണി ചെയ്യാതെ അവിടെ നിന്നത് ബാംഗ്ലൂരിലേക്കും പിന്നീട് ചെന്നൈയിലേക്കും കൊണ്ടുപോയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള വ്യക്തതയിലേക്കാണ് ഇനിയും പോകേണ്ടത്.